ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിതുപോലെ വയർ വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വയർ പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വയർ പീസുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ കമ്പി ഉണ്ടല്ലോ, അത് നമ്മളിതുപോലെ ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കമ്പികളൊക്കെ കളക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വയറുകളൊക്കെ ഒന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് വയറുകളൊക്കെ ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വയറുകളെല്ലാം ഒരുമിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് നേരത്തെ ആക്കി വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇതുപോലെ കളക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം അതുപോലെ ഒപ്പായിരിക്കണം, മുകൾ ഭാഗം ഒപ്പായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടിഭാഗം അതുപോലെ പിരിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് നമ്മളൊരു ട്രീ ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ട്രീയുടെ വേരുകൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ പിരിച്ച് കൊടുത്ത് വേരുകളുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മരത്തിൻ്റെ തടി ഭാഗം നമ്മളിതുപോലെ ചെറിയൊരു വളവോട് കൂടിയൊക്കെ ആക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് പിരിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചൊക്കെ കൊടുത്താൽ മതി. അതിനുശേഷം ശാഖകൾ പോലെ ആക്കാൻ വേണ്ടി ഇതുപോലെ ഞാൻ 3 പാർട്ടായിട്ട് തിരിച്ചതിന് ശേഷം ഇതുപോലെ വീണ്ടും പിരിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒപ്പം പിടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഗോൾഡൻ ബീഡ്സ്, ഷുഗർ ബീഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബീഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മാല പൊട്ടിയതൊക്കെ ഉണ്ടാവില്ലേ, ആ മാലമണികൾ ഉണ്ടാവുമല്ലോ, അത് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ചെറിയ മാലമണികളായിരിക്കണമെന്ന് മാത്രം. അതിന് ശേഷം ഇതുപോലെ 2 വയർ, അതിൽ നിന്നും ഓരോ ശാഖയിൽ നിന്നും ഇതുപോലെ 2 വയർ എടുത്തിട്ട് അതിലേക്ക് ഒരു 5 എണ്ണം ഇതുപോലെ ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി പിരിച്ച് കൊടുക്കുക. നന്നായി പിരിച്ച് കൊടുക്കുന്നതോറും ഇതിനൊരു തിളക്കം കിട്ടും കേട്ടോ. പിരി പോലെ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാതും ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ നമ്മളൊരു ശാഖ എടുത്തത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി ഫുള്ളും നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ട്രീ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രീയുടെ ഷേപ്പിലേക്ക് നമുക്ക് വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓരോ വയറുകളും നമുക്കിതുപോലെ പിരിച്ച് കൈ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഭംഗിക്കനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പീസ് കല്ലോ എന്തെങ്കിലും എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു കല്ലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മിനുസുള്ള ഭാഗമല്ലാണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അവിടെ ഞാൻ ഫെവിബോണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെക്സ് ക്യൂക്ക് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് അധികം വയറുകൾ എടുക്കാമെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടും നല്ല രസമുണ്ടായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ പേരൻസിന് ഹെൽപ്പോട് കൂടിയിട്ട് വയറൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.